വൈകിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയാലോ എന്ന് മനസ്സിൽ കൂടെ പോയത്. ഇവിടെ പ്രത്യേകിച്ച് ബ്രെഡും മുട്ടയല്ലാതെ ചീസോ വേറെ വെജിറ്റബിൾസോ ഒന്നും തന്നെ ഇരിപ്പില്ല. എന്തായാലും പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എഗ് വൈറ്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. യോക്ക് ഞാൻ മാറ്റി വെച്ചു. അതുപോലെ തന്നെ ഓംലെറ്റ് രണ്ട് സൈഡും നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്തു. ബ്രെഡ് ഒരു ഭംഗിക്ക് വെച്ചിരിക്കുന്നതാണ്. വേണമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും അത് കഴിക്കും. കുഞ്ഞിനുണ്ടാക്കിയതിൻ്റെ അകത്ത് ഉപ്പോ മുളക് പൊടിയോ വേറൊന്നും ചേർത്തിട്ടില്ല. ആ ഫ്രഷ് അങ്ങനെ തന്നെ എടുത്താണ് കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കുള്ള ബ്രെഡ് ഒന്ന് ബട്ടറൊന്ന് ടോസ്റ്റ് ആവാൻ വെച്ചു. അതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഓംലെറ്റിനുള്ള മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുത്ത് ഓരോ തവി വീതം ഒഴിച്ച് നമുക്ക് ഓരോരുത്തർക്കും മുട്ടയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വട്ട ഷേപ്പ് കിട്ടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇതങ്ങനെയൊന്നും വന്നില്ല. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. വേറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാലും നല്ലതാണ്. പക്ഷേ നമുക്ക് വേറൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാമെന്നുള്ളത്. നമ്മൾ നാടൻ മുട്ട ഇട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് കാരണം വേറൊരു ടേസ്റ്റാണ്, നല്ല പ്രത്യേക ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 3 സെറ്റ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി എടുത്തു. അതിനൊക്കെ ശേഷം എനിക്ക് എന്നാൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സോസ് ഇട്ടുണ്ടായിരുന്നത് വളരെ നല്ലതായിരുന്നു. പക്ഷേ സോസ് ഒന്നും നമ്മൾ പെട്ടെന്ന് വിചാരിച്ചതൊന്നും കിട്ടത്തില്ലോ. ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയതറിയാതെ ആസ്വദിച്ച് കഴിക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.